കോൺഗ്രസിനും CPM-നും അനുകൂലമായ ഈ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ ജനങ്ങൾ ഒഴുകിയെത്തി അവർ കാണിച്ചു തന്നത് ഞങ്ങൾ ഇടതിനെയും, ഞങ്ങൾ CPM-നെയും, ഞങ്ങൾ വലതിനെയും, ഞങ്ങൾ കോൺഗ്രസിനെയും മടുത്തു. പക്ഷെ ജനങ്ങളാണ്, BJP-യുടെ പാർട്ടി പ്രവർത്തകരല്ല. ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അവരുടെ ഒരു തുണ്ട് കടലാസിൽ നിവേദനങ്ങൾ എഴുതി, ആ നിവേദനങ്ങൾ എന്ന് പറയുന്ന, പരാതികൾ എന്ന് പറയുന്നത് അവരുടെ കണ്ണുനീര് കൊണ്ട് എഴുതുന്നതാണ്. ഇടതും വലതും വേണ്ട, ഞങ്ങൾക്ക് BJP-യാണ് പ്രതീക്ഷ, BJP-യിലാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം. കേരളത്തിലെ ജനങ്ങൾ BJP-ക്കൊപ്പം NDA-ക്കൊപ്പം ഒഴുകിയെത്തുന്ന ഒരു രാഷ്ട്രീയ കാഴ്ച കൂടി നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. സംസ്ഥാനം 25 വർഷമായി VD സതീശൻ പ്രതിപക്ഷ നേതാവ് MLA ആയിട്ടുള്ള മണ്ഡലമാണ്. തുരുത്തുകളിലേക്ക് റോഡില്ല, അവിടെ ശുദ്ധജലമില്ല, വൈദ്യുതിയില്ല. അത് വിശ്വസിക്കാൻ കഴിയുമോ? നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് BJP മെഗാ അദാലത്ത് നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂരിലും സമാനമായ രീതിയിൽ BJP മെഗാ അദാലത്ത് നടത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അദാലത്ത് നടന്നത്. ഈ ഒരു പരിപാടിയിൽ നിരവധി ജനങ്ങളാണ്, അതായത് മണ്ഡലത്തിലുള്ള നിരവധി ജനങ്ങളാണ് ഒട്ടനവധി പരാതികൾ ഉന്നയിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പക്കലും അതുകൂടാതെ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ്റെ പക്കലും എത്തിയത്. എന്തായാലും വലിയ ജനാവലിയാണ് ഈ ഒരു പരിപാടിയിൽ അനുഭവപ്പെട്ടത്. പ്രധാനമായും പറവൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ വലിയ പരാതികൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഈ ഒരു പരിപാടിയുടെ ഇൻചാർജും അതുകൂടാതെ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ഗോകുൽ ഗോപിനാഥ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. നമ്മുടെ ധർമ്മടത്ത്, കണ്ണൂർ ജില്ലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ മെഗാ അദാലത്ത് BJP സംഘടിപ്പിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ 2ാമത്തെ എഡിഷൻ നടത്തിയത് 15-ാം തീയതി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറവൂരിലാണ്. പറവൂരിൽ എറണാകുളം ജില്ലയുടെ അദാലത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിൽ നടത്തുമ്പോൾ എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ജനം പ്രതികരിച്ചത്, അതിനേക്കാൾ ഒരുപടി കൂടുതൽ അല്ലെങ്കിൽ അതിന് സമാനമായി തന്നെയാണ് ജനങ്ങൾ അവരുടെ പ്രതിഷേധവും വ്യാകുലതകളും സങ്കടങ്ങളും ഒക്കെ BJP സംസ്ഥാന അധ്യക്ഷനെയും പറവൂരിൽ ഇപ്പോൾ പങ്കെടുത്തത് നമ്മുടെ ബഹുമാനനായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻജിയാണ്. അദ്ദേഹത്തെയും നേരിൽ കണ്ട് അത് ബോധിപ്പിക്കാൻ, അതിൽ പരിഹാരം തേടാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. നിങ്ങളെല്ലാം കണ്ടതാണല്ലോ, നമ്മൾ വെറുതെ പറയുന്നതല്ല. അപ്പോൾ കണ്ണൂരും പറവൂരും കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ പരിച്ഛേദമായി മാറുകയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളം മാറി മാറി ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം അല്ലെങ്കിൽ കോൺഗ്രസും CPM-ഉം ജനങ്ങളെ കേൾക്കുന്നില്ല, ജനങ്ങളുടെ പ്രതിസന്ധികളിൽ അവരെ സഹായിക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം നൽകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ ഒരു പ്രചരണവും വല്ലാണ്ട് നടത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്ററുകളും വീഡിയോകളൊക്കെ വരുന്നതല്ലാതെ വേറൊരു പ്രചരണവും ഞങ്ങൾ നടത്തുന്നില്ല. പക്ഷെ ജനങ്ങളാണ്, BJP-യുടെ പാർട്ടി പ്രവർത്തകരല്ല. ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അവരുടെ ഒരു തുണ്ട് കടലാസിൽ നിവേദനങ്ങൾ എഴുതി, ആ നിവേദനങ്ങൾ എന്ന് പറയുന്ന, പരാതികൾ എന്ന് പറയുന്നത് അവരുടെ കണ്ണുനീര് കൊണ്ട് എഴുതുന്നതാണ്. കാരണം സ്വാഭാവികമായിട്ടും ഒരുപാട് വാതിലുകൾ മുട്ടി അത് തുറക്കാതെ, ഒരുപാട് പടവുകൾ കയറി കിതച്ചും അല്ലെങ്കിൽ ഏങ്ങലടിച്ചും ഒക്കെ കരഞ്ഞ ഒരുപാട് മനുഷ്യരാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയായി BJP-യെ, രാജീവ് ചന്ദ്രശേഖർജിയെ കാണാൻ ഒഴുകിയെത്തിയത്. അപ്പോൾ ഇത് കേരളത്തിൽ പുതിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDA-യും കാണുന്നത്. കാരണം ഇടതും വലതും വേണ്ട, ഞങ്ങൾക്ക് BJP-യാണ് പ്രതീക്ഷ, BJP-യിലാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം, രാജീവ് ചന്ദ്രശേഖർജിയിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ എന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ BJP-ക്കൊപ്പം NDA-ക്കൊപ്പം ഒഴുകിയെത്തുന്ന ഒരു രാഷ്ട്രീയ കാഴ്ച കൂടി നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികളിൽ ഭാഗമാകാൻ, അത് പഞ്ചായത്ത്, CPM ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ചില പദ്ധതികൾ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, വയോജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, കുട്ടികൾക്ക്, യുവാക്കൾക്ക്, മാതാവിന് ഒക്കെ അനുകൂലമായിട്ടുള്ള, അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പദ്ധതികൾ ചവിട്ടി വയ്ക്കുകയാണ്, ഇല്ലാതാക്കുകയാണ്. അപ്പോൾ അതെല്ലാം നേരിട്ടെത്തി ഈ അദാലത്തിലൂടെ നേടിയെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ഏറ്റവും അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളാണ് എല്ലായിടത്തും കാണാൻ വേണ്ടി കഴിയുന്നത്. റോഡ്, കുടിവെള്ളം അല്ലെങ്കിൽ മലിനീകരണം, അത്തരത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള, ഇപ്പോൾ പറവൂര് തന്നെ നമുക്കറിയാം, പറവൂരിൻ്റെ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രം, ആ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തുരുത്തുകളുള്ള ഒരുപാട് പ്രദേശങ്ങളാണ്.
ഓരോ തുരുത്തിലും നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ ജീവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്ന തുരുത്തുകളിലേക്ക് റോഡില്ല. സംസ്ഥാനം 25 വർഷമായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് MLA ആയിട്ടുള്ള മണ്ഡലമാണ്. തുരുത്തുകളിലേക്ക് റോഡില്ല, അവിടെ ശുദ്ധജലമില്ല, വൈദ്യുതിയില്ല. അത് വിശ്വസിക്കാൻ കഴിയുമോ? അപ്പം അങ്ങനെയാണ് ആളുകൾ എത്തുന്നത്. ഒരു പാലം ഇട്ടാൽ അല്ലെങ്കിൽ ഒരു പാലം പണിതാൽ ഒരു 100 അടി നടന്ന് മെയിൻ റോഡിലേക്ക് എത്തേണ്ടവർ 6-7 കിലോമീറ്റർ ചുറ്റി ആണ് അവരുടെ പ്രാഥമികമായ ജീവിത കർത്തവ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു പൊതു കാഴ്ചയാണ്. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, നല്ല കുടിവെള്ളം നിഷേധിക്കപ്പെട്ട, ശുദ്ധമായ വായു നിഷേധിക്കപ്പെട്ട, ജീവിത സാഹചര്യങ്ങളിൽ പടിയടയ്ക്കപ്പെട്ട മനുഷ്യരുടെ ഒരു ആകുലതയും കരച്ചിലും സങ്കടവുമാണ് അദാലത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം. എന്തുകൊണ്ട് വികസിത കേരളം വരണം? അത് ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും, പറവൂരിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലും, കോൺഗ്രസിനും CPM-നും അനുകൂലമായ ഈ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ ജനങ്ങൾ ഒഴുകിയെത്തി അവർ കാണിച്ചു തന്നത് ഞങ്ങൾ ഇടതിനെയും, ഞങ്ങൾ CPM-നെയും, ഞങ്ങൾ വലതിനെയും, ഞങ്ങൾ കോൺഗ്രസിനെയും മടുത്തു. ഞങ്ങൾക്ക് പ്രതീക്ഷ BJP-യിലാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിലാണ്, രാജീവ് ചന്ദ്രശേഖറിലാണ്. ആ പ്രതീക്ഷയാണ് ഈ ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങൾ അവർ കയ്യിൽ പിടിച്ച് ഞങ്ങളിലേക്ക് അദാലത്തിലൂടെ ഒഴുകിയെത്തിയത്. ഇത് ഈ നിരവധി പരാതികൾ ലഭിച്ചു എന്ന് പറഞ്ഞു. ഇതെങ്ങനെ പരിഹരിക്കാനുള്ള ശ്രമമാണ് BJP-യുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്? ഇത് സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, എല്ലാ പടികളും കയറി എത്തിയ പരാതികളാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ നിയമപ്രശ്നങ്ങളുണ്ട്, ചില കാര്യങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം മറികടന്ന് ആദ്യഘട്ടത്തിൽ BJP ചെയ്തിട്ടുള്ളത് ഈ പരാതികളെ 3 തരത്തിൽ തരംതിരിക്കും. ഒന്ന്, സംസ്ഥാന തലത്തിൽ ആ പരിഹാരം നേടേണ്ട, സംസ്ഥാന സർക്കാർ ഇടപെടേണ്ട അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട പദ്ധതികളെ സംസ്ഥാനത്ത്, തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം കൈകാര്യം ചെയ്യേണ്ട പരാതികളാണെങ്കിൽ അത് ജില്ലകൾ എന്ന രീതിയിൽ 3ആയി നിലവിൽ തരംതിരിച്ച് അതിനെ ചില വിഷയങ്ങളിൽ ഇടപെടൽ ആവശ്യമാണ്, ചില വിഷയങ്ങളിൽ സമരം ആവശ്യമാണ്, ചില വിഷയങ്ങളിൽ പ്രതിഷേധം ആവശ്യമാണ്. അപ്പോൾ സമരം ആവശ്യമാവേണ്ടടുത്ത് സമരവും, പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധവും, രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമായിട്ടുള്ളത് അതും. അങ്ങനെ പ്രശ്നപരിഹാരത്തിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടെത്തിക്കുക, ജനങ്ങൾക്ക് അവർക്ക് മനസ്സിന് തൃപ്തിയും എന്നാൽ നിയമപരമായിട്ടും യുക്തിപരമായിട്ടുമുള്ള പരിഹാരവും നേടിക്കൊടുക്കുക എന്ന രീതിയിലാണ് BJP NDA ഈ പരാതികളെ സ്വീകരിച്ചിട്ടുള്ളത്. പറവൂരിലെ ജനങ്ങളിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചു എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാം, ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് ഏത് വിഷയത്തിലാണ്? ഏറ്റവും കൂടുതൽ പരാതി വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച റോഡുകൾ, ശുദ്ധമായ ദാഹജലം, ഇത് നിഷേധിക്കപ്പെടുകയാണ്. കാരണം വെള്ളമുണ്ട്, കായലുകൾ, തുരുത്തുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ജലം സമൃദ്ധമായിട്ടുണ്ട്, പക്ഷെ ശുദ്ധജലമില്ല, നല്ല റോഡുകളില്ല. അപ്പോൾ നമുക്കറിയാം പറവൂർ തന്നെ ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കോടതിയുള്ള സ്ഥലമാണ് പറവൂർ. നമ്മുടെ മുസിരിസ്, നമ്മുടെ പഴമയുടെ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള മുസിരിസ് എന്ന് നമ്മൾ പഴമയിൽ അല്ലെങ്കിൽ പഴയ കാലത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്ന നാടാണ് പറവൂർ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഈ മേഖല. അപ്പം അതിൻ്റെ നമ്മുടെ ഏറ്റവും പഴക്കമുള്ള രാജ്യത്തെ ആദ്യത്തെ മുസ്ലിം പള്ളിയുള്ളത് പറവൂരാണ്, അല്ലെങ്കിൽ ആ പ്രദേശത്താണ്. നമ്മൾ ചേരമൺ പെരുമാൾ നിർമ്മിച്ച പള്ളി ഉൾപ്പെടെ അങ്ങനെ ഒരു സാംസ്കാരിക കോറിഡോർ ഒക്കെ ഉള്ളതാണ് പറവൂർ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഒരു മേഖല. അപ്പോൾ അതിൻ്റെ സാംസ്കാരിക, ചരിത്രപരമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള പദ്ധതികളിൽ ആ പ്രദേശത്തെ തിരസ്കരിക്കുകയോ മറച്ചു പിടിക്കുകയോ ചെയ്യുകയാണ് എപ്പോഴും വി ഡി സതീശൻ ചെയ്യുന്നത്. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ, ഞാൻ മന്ത്രിയായാൽ, മുഖ്യമന്ത്രിയായാൽ ഇതെല്ലാം നടപ്പാക്കാമെന്നൊരു വീരസ്യവും ഒരു അഹങ്കാരവുമാണ് കോൺഗ്രസും വി ഡി സതീശനോടെ വെച്ച് പുലർത്തുന്നത്. അത് നിങ്ങൾ ഈ നമ്മുടെ ഇപ്പോൾ വരുന്ന ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദവും ഇല്ലാത്ത ആളുകളുടെ ബൈറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്ക് മടുത്തു വി ഡി സതീശനെ, ഞങ്ങൾക്ക് മടുത്തു കോൺഗ്രസിനെ, ഞങ്ങൾക്ക് മടുത്തു CPM-നെ. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രതീകമാണ്, പ്രതിഫലനമാണ് ഈ അദാലത്തിലെത്തിയ ആളുകൾ. അവരുടെ വീണ കണ്ണുനീരിന് ഞങ്ങൾ മറുപടി പറയും, അവർ ഒഴുക്കിയ വിയർപ്പിന് ഞങ്ങൾ മറുപടി പറയും, അവരുടെ പ്രതീക്ഷകൾക്ക് ഞങ്ങൾ അനുകൂലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസിത കേരളം എന്ന ഈ മുദ്രാവാക്യം രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ BJP-യും NDA-യും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ജനങ്ങൾക്ക് ഈ അദാലത്തുകളുടെ അടിസ്ഥാനത്തിൽ, ഈ അദാലത്തുകളിൽ ഒഴുകിയെത്തിയ മനുഷ്യരുടെ അനുഭവത്തിൽ ഞങ്ങളിത് എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ച് കൃത്യമായി
ഇടതിനും വലതിനുമെതിരെയുള്ള വലിയ ശക്തമായ ജനകീയ മുന്നേറ്റം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കും. അതിന് ഈ അദാലത്ത് ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJPക്ക് വളക്കൂറുള്ള മണ്ണാണോ പറവൂർ? എന്താണ് മനസ്സിലാക്കുന്നത് ഈ ഒരു അദാലത്തിന് ശേഷം? BJPക്ക് വളക്കൂറുള്ള മണ്ണാണ് കേരളം. പറവൂരും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവാൻ പോകുന്നൊരു പ്രദേശമാണ്. BJP പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക ഘടനയോ ജാതിമത ഘടനയോ പ്രകാരമല്ല BJPയുടെ വളക്കൂറ് തീരുമാനിക്കുന്നത്. മറിച്ച് ഈ തരത്തിൽ ജനങ്ങൾക്കിടയിൽ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് അനുകൂലമായി BJP ഇടപെടുന്നിടത്തെല്ലാം BJPക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട്. ആ വളർച്ചയാണ് പറവൂരും ധർമ്മടത്തും കേരളത്തിലും എല്ലായിടത്തും ഉണ്ടാകാൻ പോകുന്നത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചരിത്രപരമായ തേരോട്ടത്തിന്, വിജയത്തിന് ഉറപ്പായും സാക്ഷ്യമാകും. അതിൻ്റെ തെളിവാകും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ്. എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് പറവൂരിലെ വർഷങ്ങളായുള്ള MLA ആണ് പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങൾ പോലും പരിഹരിക്കാൻ, പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. അത്തരത്തിലുള്ള പരാതികളാണ് ഈ ഒരു മെഗാ അദാലത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണ് കോൺഗ്രസിനെ ബാധിക്കുക എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.